ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഗാർലിക് ലൈം എന്നാണ്. ഇതിൻ്റെ പേര് ഞാൻ തന്നെ ഇട്ടതാണ്. ആക്ച്വലി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പേരാണ്. പക്ഷേ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വിത്ത് സോട്ടഡ് വെജീസ് ഇൻ ബട്ടർ. നമ്മളിതിൻ്റെ കൂടെ കുറച്ച് ഒരു കോണ്ടിനെൻ്റൽ ടൈപ്പ് ഡിഷാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് പ്രോൺസ്. ഓക്കെ, ഇതിൽ നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് വളരെ കുറച്ച് പെപ്പർ, ഓക്കെ, കുറച്ച് ഉപ്പ് ആൻഡ് ഇതാണ് അടുത്ത സംഭവം, ചെറുനാരങ്ങ. ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ്. ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യാം കേട്ടോ. ഇതും എത്ര നേരം ഇരുന്നാലും അത്രയും നല്ലതാണ്. പക്ഷെ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ മാറിനേറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മളത് മാറിനേറ്റ് ചെയ്യാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിതിൻ്റെ സോട്ടഡ് വെജീസ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസ്, ക്യാരറ്റ്, ഒരു കോളിഫ്ലവർ. ക്യാരറ്റ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബീൻസ് ഞാനിവിടെ ഓൾറെഡി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ കോളിഫ്ലവർ കട്ട് ചെയ്യാം. ഈ കോളിഫ്ലവറിന് പകരം വേണമെങ്കിൽ നമുക്ക് ബ്രൊക്കോളി യൂസ് ചെയ്യാം കേട്ടോ, അത് ഇഷ്ടമുള്ളവർക്ക്. ഒരു പ്യുവർ കോണ്ടിനെൻ്റൽ ഡിഷ് കിട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രൊക്കോളി യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെക്കാവേ. ഇത് അവസാനം ഒരു ഗാർണിഷിങ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് മതി കേട്ടോ, ഇത് ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട. ആക്ച്വലി കോണ്ടിനെൻ്റൽ ഡിഷസിൽ മല്ലിയില ഉണ്ടാവില്ല, പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട. അപ്പം കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോൺസ് ബട്ടറിൽ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാൻ വയ്ക്കാം. ഓക്കെ, ഞാനിവിടെ അമുലിൻ്റെ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബട്ടറിലാണ് പ്രോൺസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പേര് ഞാൻ ഇട്ടത് ഗാർലിക് ബട്ടർ പ്രോൺസ് എന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 2 എന്ന് പറയുന്നത് ഒന്ന് ഗാർലിക്കും പ്രോൺസുമാണ്. ഈ ഗാർലിക് ഉണ്ടല്ലോ, ഈ ബട്ടറിൽ കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് ഗാർലിക് എടുത്തിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം, കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട്.
ഈ ഗാർലിക് ഇങ്ങനെ ബട്ടറിൽ കുക്കായി വന്നിട്ട് അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അതിനകത്ത് നമ്മൾ പ്രോൺസ് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ആണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു കോണ്ടിനെൻ്റൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഒരു വലുതാണെങ്കിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്താൽ മതി, അതായത് ഗാർലിക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ബട്ടർ ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഈ ഗാർലിക് ഇടാം. ഈ ഗാർലിക് ബട്ടറിൽ കുക്കായി വരുമ്പോഴുള്ള സ്മെല്ലും ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. എനിക്കിതിൻ്റെ കൂടെ ഇഷ്ടമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഗ്രീൻ ചില്ലി ഉണ്ടല്ലോ, അതിങ്ങനെ വട്ടത്തിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ, ഈ ബട്ടർ ഒന്ന് കുക്കായി മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പ്രോൺസ് ഇതിനകത്തോട്ട് ഇടുകയാണ്. നമ്മൾ ഉപ്പും എന്താ പറയുക ലൈമും പെപ്പറും കൂടെ മാരിനേറ്റ് ചെയ്ത പ്രോൺസാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. ഓ, ഇത് ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അടിപൊളി ഒരു ഫ്ലേവർ സ്മെല്ലാണ് വരുന്നത്. ആക്ച്വലി ഈ പ്രോൺസ് എന്നൊക്കെ പറയുന്ന സംഭവം പെട്ടെന്ന് കുക്കാവേ. എല്ലാ ഫിഷും പെട്ടെന്ന് കുക്കാവും, ഈ മീറ്റിൻ്റെ അത്രയും ടൈം വേണ്ട. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് പ്രോൺസ് കുക്ക് ചെയ്യാനായിട്ട് ടൈം വേണമെന്നുള്ളത്. ആക്ച്വലി ഈ ഡിഷ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, കാണാൻ ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയതുകൊണ്ട് തന്നെ കുക്കിങ്ങിൽ എക്സ്പേർട്ട് അല്ലാത്ത എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ എന്താ പറയുക വൈഫിനൊരു വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നേരെ തിരിച്ച് കുക്കിംഗ് അധികം ഇഷ്ടമല്ലാത്ത, കുക്കിംഗ് അറിയാത്ത വൈഫിന് ഹസ്ബൻഡും മക്കൾക്കും ഒരു സർപ്രൈസ് ഡിഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഭയങ്കര ഈസി ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ, പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്, അതിന് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. ഓ, ഈ ബട്ടറിൽ കിടന്നിട്ട് പ്രോൺസും ഇതെല്ലാം കൂടെ കുക്ക് ചെയ്യുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഒന്ന് കുക്കായിക്കോട്ടെ. ഒരു മാക്സിമം പോയൊരു 5 minutes മതി കേട്ടോ ഇത് കുക്കാവാനായിട്ട്. അത്രയും തന്നെ വേണ്ട ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും നമുക്കൊന്ന് നന്നായിട്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സമാധാനത്തിന് വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഏകദേശം കുക്കായുണ്ട്, അപ്പോൾ നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഭയങ്കര ഫ്രൈ ആയിട്ടൊന്നും വേണ്ട, കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു സോഫ്റ്റായിട്ട് ഒരു ഡിഷാണ്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് ഒരു തീ നല്ലോണം കുറച്ചിട്ട് നമുക്കിതിൻ്റെ ഈ പ്രോൺസ് മാത്രം സെർവ് ചെയ്യാം. ഈ ബട്ടറും ഇതുകൂടെ കിടക്കട്ടെ. എന്താ വെച്ചാൽ നമുക്ക് ആ വെജിറ്റബിൾസ് ഇതിനകത്ത് തന്നെ ഇട്ടാണ് സോർട്ട് ചെയ്തെടുക്കേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. To be
അപ്പോൾ ഈ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ, അങ്ങനെ ഇടുകയാണേ. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് കുറച്ചും കൂടെ ബട്ടർ ഇടാം. എന്നിട്ട് കുറച്ച് ലൈം പിഴിഞ്ഞിട്ട് ഒഴിക്കാം. ഇതുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ ഇപ്പോൾ സാധാ തോരനോ അങ്ങനെയൊന്നും വെക്കുന്ന പോലെ കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിൻ്റെ റോനെസ് ഒന്ന് പോയാൽ മതി കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. ഭയങ്കരമായിട്ട് ഇത് കുക്കായി പോയാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക, കടിക്കുമ്പോൾ ഒരു പച്ചപ്പ് ഉണ്ടാവണം. ഒരു ക്യാരറ്റ് എടുത്തിട്ട് കടിച്ചു നോക്കട്ടെ. നമുക്ക് ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി കുക്കായിക്കോട്ടെ, ഒരു പൊടിക്കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ പിന്നെയും പറയുകയാണ്, കുറച്ച് മല്ലിയില ഇതിനകത്തിട്ട് കൊടുക്കുക. എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് സോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ സെർവ് ചെയ്ത് വെച്ച പ്രോൺസിലോട്ട് നമുക്ക് ഈ സോട്ടഡ് വെജീസും കൂടെ സെർവ് ചെയ്യാം. കാണാൻ തന്നെ എന്താ ലുക്ക് നോക്കിയേ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ? എനിക്കറിയാൻ ടേസ്റ്റ് ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാല്ലേ. നല്ല ചൂടാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര യമ്മിയാണ്, ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പം ഞാനിത് ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചെയ്യുന്നല്ല കേട്ടോ, ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മളെപ്പോഴും വിചാരിക്കും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സംഭവങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, വെറുതെ കുറച്ച് പെപ്പറും ഉപ്പും എന്താ പറയുക ലൈമും ഇട്ട് മാരിനേറ്റ് ചെയ്ത സാധനം ബട്ടറിൽ കുക്ക് ചെയ്തെടുത്തുള്ളൂ. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര എമ്മിയാണ്. അപ്പം നിങ്ങളുടെ ലവബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് ഡിഷ് പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഡിഷസ് ഇനിയും കാണാനായിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ലേയാസ് കിച്ചൺ വാച്ച് ചെയ്യണം. ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലവബിൾ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. സോ ഇനി ബാക്കി ഞാനത് തിന്ന് തീർക്കട്ടെ. താങ്ക് യു.